ഇവരും അല്ല അവിടെ അവിടെ നിങ്ങളൊന്ന് പോയ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ അല്ല അവരെനിക്കൊരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദരപൂർവ്വം തരാന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂല എന്നാ പറഞ്ഞത്. ഞാനൊരു പൈസ ആരോട് വാങ്ങാൻ അത് പിരിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അതെ, അവന്റെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത്. അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതിനൊരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ, പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവൻ്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയും. ഇപ്പോൾ മനാഫിന്റെ ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മനാഫിന്റെ തന്നെയാണ് ഇപ്പോൾ പിക്ചർ വന്നിരിക്കുന്നത്. അതായത് കുടുംബത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണോ ഈ മനാഫ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞാൻ അവർക്ക് എന്ത് വേദന വരും ഞാൻ പലവട്ടം പറയുന്നതാണ്, ഇത് നമ്മളെ ഫാമിലിയാണ്, ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് അർജുന്റെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്താ പറഞ്ഞാൽ ഇനി എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം. യൂട്യൂബ് ചാനൽ അവർക്ക് ബുദ്ധിമുട്ട് അർജുന്റെ ഫോട്ടോ വെച്ച് എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം. നമ്മള് മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുന്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തകരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അർജുനെ നമുക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല. മനാഫ് എത്തിച്ചതിനെക്കാട്ടും വർക്ക് എടുത്തത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെ എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണ അവരെന്നുള്ളത്. ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു, ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളുന്നത് നമ്മളെ ജോലിക്കാരന് വേണ്ടിയിട്ടാണ്. ഈ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം. ഞാൻ പല സ്ഥലത്തും പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു 3 ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയി. ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമ പ്രവർത്തകരില്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിൽ ആക്കി തരാം. അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇതിൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത്. മൂന്നാമത്തെ വിഷയം, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഞാൻ ഒറ്റക്കാണ്. ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത്. പിന്നെ 4ാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ, അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയുന്നത് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റിലിടാം, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പറയാം എന്തുകൊണ്ട് ഇട്ട് എന്നുള്ളത്. അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ്, അത് വ്യക്തമാക്കുകയാണ്. ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചിരുന്നത് എങ്ങനെയാ ലൈവ് ഇടുക എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പണം കിട്ടണമെങ്കിൽ യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യാം. ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ എൻ്റെത് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2.5 ലക്ഷത്തിന് മുകളിൽ ആയി. അതായത് ജനങ്ങൾ ഇത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല. ഇത് മുന്നേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മുന്നേ ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ വരെ നിർത്താം, വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷനുള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ചാരിറ്റി, അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചത്. അത് ഞാൻ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു. യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇതിന് എൻ്റെ ഒരു ആഗ്രഹം കോഴിക്കോട്
ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഫ്രീ ആയിട്ട് ഒരു ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു ക്യാൻറ്റീന് ആർക്കും ഉച്ചയ്ക്ക് വിശക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അത് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞേക്കണേ. എൻ്റെ ആഗ്രഹമാണത്. അതിൽ എനിക്ക് അറിയ പോലില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് കിട്ടും എന്നുള്ളത്. പക്ഷെ ഇന്നലത്തെ കുടുംബത്തിന്റെ പത്രസമ്മേളനത്തിന് ശേഷം അവർക്കെതിരെ സൈബർ ആക്രമണമൊക്കെ രൂക്ഷമായി നടക്കുന്നുണ്ട്.